ഹർജിക്കാരൻ എസ് ജയകുമാർ ചേരുന്നുണ്ട് ടെലിഫോൺ ലൈനിൽ. താങ്കൾക്ക് എങ്ങനെയാണ് ഈ സാഹചര്യത്തിൽ ഇതിനോട് പ്രതികരിക്കാനാവുന്നത്? ഇത് വൈകി വന്നൊരു വിവേകം എന്ന് വേണമെങ്കിൽ പറയാം. യുവതി പ്രവേശന വിഷയത്തില് യാതൊരു കാരണവുമില്ലാതെയാണ് ഇവര് അത് അനുകൂലിച്ചത് എന്ന് നമുക്ക് വളരെയധികം കാര്യം കൊണ്ടുവരാം. കാരണം വെച്ചാൽ പ്രധാനമായിട്ടും ഭക്തജനങ്ങളുടെ വികാരത്തിനനുസരിച്ചും ക്ഷേത്ര ചൈതന്യം നിലനിർത്തുക എന്നുള്ള ഒരു ബാധ്യതയാണ് ദേവസ്വം ബോർഡിനുള്ളത്. അതല്ലാതെ ഒരിക്കലും ഒരു ആചാരപരമായ വിഷയത്തിൽ ഇടപെടാനായിട്ട് യാതൊരു തരത്തിലുള്ള നിയമപരമായ അധികാരവുമില്ലാത്ത ദേവസ്വം ബോർഡ് ഒരു കാരണവശാലും യുവതി പ്രവേശനത്തിന് അനുകൂലമായിട്ട് അതല്ലെങ്കിൽ അത്തരത്തിലൊരു ഹർജി സുപ്രീം കോടതി വരുമ്പോൾ അവർ സ്വയമേ തീരുമാനിച്ച് അതിനെ അനുകൂലിക്കേണ്ട, അത് ചെയ്ത് ശരിയല്ല, നിയമവിരുദ്ധവുമാണ്. എന്തായാലും അത് തിരുത്തുന്നുണ്ട്, നല്ലത്. പക്ഷെ അതിനോടൊപ്പം തന്നെ നമ്മൾ കാണേണ്ടത് കേരള സർക്കാരിന്റെ സത്യവാങ്മൂലം ഇവിടെ ഉണ്ട്. അതും കൂടെ മാറ്റപ്പെട്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു കോൺട്രഡിക്ഷൻ അതിനകത്തുണ്ടാവും. കാരണം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ആണ് കൂടുതൽ, നമുക്കറിയാമല്ലോ, സർക്കാരാണല്ലോ പലപ്പോഴും ഈ ലോ ആൻഡ് ഓർഡറിന്റെ വിഷയവും. അത് മാത്രമല്ല, ഈ ശബരിമല യുവതി പ്രവേശനത്തിന് അനുകൂലമായിട്ട് സുപ്രീം കോടതി വിധി വന്നപ്പോ സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമാണ് പോലീസ് പലരെയും അണിയിച്ചൊരുക്കി അവിടെ വേഷമൊക്കെ മാറ്റി കടത്താനൊക്കെ ശ്രമിച്ചത്. അതുകൊണ്ട് ഇപ്പം ഈ പരസ്പര വിരുദ്ധമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇപ്പം നിലനിൽക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും സർക്കാരിന്റെ ഭാഗം കൂടെ കറക്റ്റ് ചെയ്യണം. മാത്രമല്ല, എനിക്ക് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത്, ഇത് തിരുത്തപ്പെടുന്നുണ്ടെങ്കിൽ, അതായത് യുവതി പ്രവേശനത്തിന് അനുകൂലമായിട്ടുള്ള വിധിക്ക് എതിരെ നിലപാടെടുക്കുമ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിലവിടെ ഈ നിലപാട് മാത്രം എടുത്താൽ പോരാ. ഇപ്പൊ ഞങ്ങളൊക്കെ ചെയ്തിരിക്കുന്ന പോലെ റിവ്യൂ പെറ്റീഷനിൽ കൊടുക്കേണ്ടതായിട്ടുണ്ട്. പുതിയതായിട്ട് ആർഗ്യുമെന്റ് 14-ാം തീയതിക്ക് മുമ്പ് യുവതി പ്രവേശനത്തിന്റെ എതിരെ എന്തുകൊണ്ട് തടയപ്പെടണം, ആചാരാനുഷ്ഠാനങ്ങൾ ലംഘിക്കപ്പെടാൻ പാടില്ല, ഇത്തരത്തിലുള്ള വിഷയങ്ങളെല്ലാം 14-ാം തീയതി കൂടെ സർക്കാരും ദേവസ്വം ബോർഡ് അവതരിപ്പിക്കാൻ വേണം. കൂടാതെ ഈ തരം ഒരു മാറ്റം വന്നപ്പോ ഇതിനെതിരെ നമ്മളെല്ലാം നടത്തിയ പ്രക്ഷോഭത്തിൽ ധാരാളം കേസുകൾ, ആയിരക്കണക്കിന് 10,000-കണക്കിന് ആൾക്കാരുടെ പേര് നടത്തിയ കേസുകൾ പിൻവലിക്കുകയും കൂടെ വേണം. കാരണം ഇവര് തെറ്റാണ് ചെയ്തത്, തടസ്സമായി പോയി എന്ന പൊതുജനങ്ങളെടുത്ത് 2019 ഇലക്ഷൻ ശേഷം ഒരു തിരിച്ചടി ഉണ്ടായപ്പോ പറഞ്ഞെങ്കിലും അത് തിരുത്തില്ല. മാത്രമല്ല, പിന്നീട് ഇപ്പൊ പോലും എനിക്ക് ഇപ്പോഴും വന്നോണ്ടിരിക്കുകയാണ് ഓരോ കേസും പല സ്ഥലത്തുനിന്നും. എനിക്ക് ശ്രീ എസ് ജി ആർ കുമാർ പ്രതികരണം അറിയിച്ചതിന് പ്രസക്തമായ ഒരു കാര്യമാണ്. സർക്കാർ നിലപാടും അങ്ങനെ നിൽക്കുമ്പോൾ ഇത് രണ്ടും വൈരുദ്ധ്യാത്മകമായി പോകരുത്, അത് മാറ്റുന്ന കാര്യം കൂടി ആലോചിക്കേണ്ടതുണ്ട് എന്നാണ്.